മീരജാസ്മിന്റെ നമ്പർ അമ്മയിലില്ല. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല. അത് പപ്പേട്ടനാണ് അത് അസോസിയേറ്റഡ് ഉള്ളത്. ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളാണ്. അലുബേനോടും ജയസൂര്യയും കൂടി VKP എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു. അപ്പം ഞാൻ ആദ്യത്തോടെ ഒരു തറവാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ? അത് മറ്റേ അവിടെ നിന്ന് എഴുതണ്ട അടിപൊളി പറഞ്ഞു. അതൊക്കെ ശരിയാകും, നീ വായിക്കൊന്നാണ് നീ പറഞ്ഞു. അപ്പം എങ്ങനെ പറയും? ഇവിടെ 4 ക്യാമറ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത്. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ 13,000 രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട്. തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, രഞ്ജിത്ത് സാറ്, എസ് കുമാർ, പുലികളുടെ നടുക്കാണുള്ളത്. ഞാൻ ഈ സെമിനാറിൽ പഠിക്കുന്ന ആൾ ലീവിന് വന്ന പോലെ പോയി. കാരണം വളരെ ഫ്രീഡം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു. അപ്പൊ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദാസ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ബിന്ദാസാണ് ക്യാമറ, എനിക്കറിയില്ല. ജോമോണ്ടി ജോണാണ്. പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയാന്ന് എന്താണെന്ന് മനസ്സിലായില്ല. കട്ടല്ല പറയുന്നത്. അപ്പൊ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം അതറിയില്ല. പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് VKP. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ താജ് റെസിഡൻസിയിലായിരുന്നു. അന്ന് ഞാനിതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത്. ഒരു ചെടി എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു താജ് റെസിഡൻസിൽ. അപ്പം എന്താന്ന് ചോദിച്ചു, ഈ ചെടി ഈസിയർ നേച്ചുറൽ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ്. പുള്ളിയുടെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത്. അപ്പോൾ പുള്ളി അയർലൻഡിൽ നിന്നാണ് നടക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞു, ഒരാൾ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെന്ററിക്ക് അയർലൻഡിൽ സമ്മാനം കിട്ടിയെന്നാണ്. ഈ ചെടി എല്ലാ ദിവസവും എൻ്റെ മുറ്റത്ത് അത് നിൽപ്പുണ്ട്. കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് പറയുന്നത്. VKPയുടെ പോലെ തന്നെയാണ്. വളവും വേണ്ട, വെള്ളവും വേണ്ട, വളർന്നുകൊണ്ടിരിക്കും. അത് കട്ട് ചെയ്ത് നിൽക്കണം. VKP അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VKP എടുത്ത് ഓരോ പ്രാവശ്യം ഇത്തവണ എന്നെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് പാലും പഴം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലും പഴം. അപ്പോൾ എനിക്കെന്താണ് വന്നേക്കണമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞ് എടാ നന്ദുപുതവാൾ വിളിക്കുമെന്ന് പറഞ്ഞു. മിനിയാന്ന് പോലെ നന്ദുപുതവാൾ ആരും വിളിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ടൂറിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. പുള്ളി വിളിക്കില്ല. VKP തന്നെ നേരിട്ട് വിളിച്ചിരിക്കും, വരാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാലും പഴവിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, ജോയ് സാർ. അപ്പം ഞാൻ ജോയ് സാറിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിൽ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടൊരു വില്ലൻ എന്ന് പറയുന്നത് ആന്റണിയിലാണ്. ജോർജിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് സാർ അക്കാദമി പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല, സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. കാരണം 7ഓളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ സീറ്റ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദിൻ്റെ അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ, സിനിമയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും. മീരജാസ്മിൻ്റെ നമ്പർ അമ്മയിലില്ല. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ മെമ്പറാണ്, ഞാൻ നമ്പർ തന്നിട്ട് പോകണം. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് വന്നു. മീരജാസ്മിൻ്റെ നമ്പർ 8 നമ്പറായിട്ട് ഉണ്ടോന്നും വർക്ക് ചെയ്യുന്നില്ല.